നമസ്കാരം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു വനിതാ ഡോക്ടറുടെ മുഖാവരണം നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ അതൃപ്തിയും നിരാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിതീഷിന്റെ രക്ഷകനായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ എത്തുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പട്നയിലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ആയുഷ് ഡോക്ടർമാരുടെ നിയമന ഉത്തരവ് വിതരണ ചടങ്ങിനിടെയായിരുന്നു സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും വലിയ രാഷ്ട്രീയവാദങ്ങൾക്ക് വഴി തെളിയിക്കുകയും ചെയ്തിരുന്നു. ഒരു മുസ്ലിം സ്ത്രീയുടെ ആ മുഖാവരണം ഒന്ന് മാറ്റിയതാണ്. അത് വലിയ വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ല. നിയമന ഉത്തരവ് സ്വീകരിക്കാനായി വേദിയിലെത്തിയ ഡോക്ടർ നുസ്രത്ത് പർവീന്റെ മുഖാവരണം കണ്ട നിതീഷ് കുമാർ ഇതെന്താണെന്ന് ചോദിക്കുകയും തുടർന്ന് അവരുടെ മുഖാവരണം മാറ്റുകയുമാണ് ചെയ്തത്. ഒരു സംശയത്തിലാണ് നിതീഷ് കുമാർ ആ മുഖാവരണം ഒന്ന് മാറ്റിയത്. ഈ നടപടി വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും മതപരമായ വിശ്വാസികളെ അവഹേളിക്കുന്നതാണെന്നും ആരോപിച്ച് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. ഇനി ആ മുസ്ലിം സ്ത്രീയാണോ മുഖാവരണം ധരിച്ചെത്തിയത് എന്നൊരു സംശയമുണ്ടായിരുന്നു. കൊൽക്കത്ത ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങളും നടന്നിരുന്നു. ശനിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ സംഭവത്തെ ഒരു വിവാദമെന്ന് വിളിക്കുന്നതിൽ തനിക്ക് വലിയ വേദനയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവത്തിൽ തർക്കം അല്ലെങ്കിൽ വിവാദം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ഏറെ വേദനിപ്പിക്കുന്നു. ഒരച്ഛനും മകളും തമ്മിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്. നിതീഷ് കുമാർ വിദ്യാർത്ഥിനികളെയും വനിതാ ഡോക്ടർമാരെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നതെന്നും ആ അർത്ഥത്തിൽ നടന്ന ഒരു പ്രവൃത്തിയെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും വലിയ വിവാദമാക്കി മാറ്റിയതിൽ തനിക്ക് നിരാശ ഉണ്ട് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തത്. നിങ്ങൾ ഇതിനെ എന്താണ് ആക്കി മാറ്റിയത്? അദ്ദേഹം ഈ പെൺകുട്ടികളെ സ്വന്തം മക്കളായാണ് കണക്കാക്കുന്നത്. ഗവർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള തർക്കം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ദീർഘമേറിയതും അതോടൊപ്പം തന്നെ രൂക്ഷവുമായ ഭരണഘടനാപരമായ ഒരു പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. കാരണം പിണറായി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴും ആരിഫ് ചെന്ന് കോൺഗ്രസ് പിടിക്കുമായിരുന്നു. തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദു സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമങ്ങളാണ്. സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ചട്ടവിരുദ്ധമായി നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. പിണറായി വിചാരിച്ചത് പിണറായി എന്ത് പറയുന്നു അത് കേട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുസരിക്കുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവം ഉണ്ടായത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സർക്കാർ നിയമസഭയിൽ ബില്ല് പാസാക്കിയെങ്കിലും ഗവർണർ അതിൽ ഒപ്പിടാൻ തയ്യാറായില്ല. നിയമസഭ പാസാക്കിയ പ്രധാനപ്പെട്ട പല ബില്ലുകളും, പ്രത്യേകിച്ച് ലോകായുക്ത ബില്ല്, സർവകലാശാല ഭേദഗതി ബില്ല് ഗവർണർ ദീർഘകാലം ഒപ്പിടാതെ പിടിച്ചുവെച്ചു. ഇത് ഭരണ സമരം ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായിരുന്നത്. സർവകലാശാല സെനറ്റുകളിലേക്ക് BJP അനുഭാവികളെ തിരികെ കയറ്റുന്നുവെന്ന് ആരോപിച്ച് SFIയും ഗവർണർക്കെതിരെ രൂക്ഷമായി തന്നെ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തി. SFIക്കാർക്ക് പിന്നെ പ്രതിഷേധം നടത്താൻ കാരണമൊന്നും വേണ്ട. ഗവർണറുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതും അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞതും തർക്കം തെരുവിലേക്ക് പടരാൻ വലിയൊരു കാരണമായി മാറി. തന്നെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഗുണ്ടകളെ വിട്ടു എന്ന് ഗവർണർ പരസ്യമായ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. കാരണം ഈ നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ കിങ്കരന്മാരാണ് SFIക്കാർ. സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലൊന്നും പോവാതെ ആരുടെയൊക്കെ തലമണ്ട അടിച്ചു പൊളിക്കണം, ആരുടെയൊക്കെ അടിച്ചു പൊളിക്കണം എന്ന് ലക്കും പ്രധാനമില്ലാതെ നടക്കുന്ന കുറെ പാർട്ടിയാണ്, ആ വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് പറയുന്നത്. കാരണം ഇവന്മാരായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന് വലിയൊരു തലവേദന. ചുമ്മാ എന്തിന്റെങ്കിലും പേരും പറഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കാനായിട്ട് വരും. ഇനിയിപ്പോ നാളെ ചിലപ്പോൾ സവാളയ്ക്കോ അല്ലെങ്കിൽ പച്ചക്കറിക്കോ വില കൂടിയെന്ന് പറഞ്ഞിട്ട് ഇനി ഏതെങ്കിലുമൊക്കെ പച്ചക്കറി കടയ്ക്കുന്നവര് അടിയുണ്ടാക്കും. കാരണം അങ്ങനത്തെ തലയ്ക്ക് വെളിവും ലകാരും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഈ SFI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനം SFIക്ക് ഇട്ട നില 8ന്റെ പണി കൊടുക്കുകയും ചെയ്തു. പിണറായി വിജയൻ ഇട്ട നില 8ന്റെ പണി കൊടുക്കുകയും ചെയ്തു. പിണറായി വിജയൻ കൊടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലുകളെല്ലാം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഫർദർ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു. കാരണം ഈ ആരിഫ് മുഹമ്മദ് ഖാനോട് കാണിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രപതിയോട് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പിണറായിക്ക് കാര്യമെടുത്തില്ല. കാരണം ആരിഫിന് കുറെ കാലം ഇരുന്ന്
കളി രാഷ്ട്രീയം നന്നായി അറിയാം. പിണറായിയെ പോലെയല്ല.